യുദ്ധം നാശം മാത്രമാണ് വിതയ്ക്കുന്നത്. ലോകരാജ്യങ്ങളെ യുദ്ധങ്ങളും സംഘർഷങ്ങളും നശിപ്പിച്ചതിന്റെ നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാനാവും. ലോകശക്തികളാണ് അമേരിക്കയും റഷ്യയുമൊക്കെ. എന്നാൽ വർഷങ്ങളായി തുടരുന്ന യുക്രൈനുമായുള്ള യുദ്ധം റഷ്യയുടെ നടുവൊടിച്ചു. സിറിയയിൽ അസദ് ഭരണകൂടം വീണതിന് പിന്നാലെ ഈ ചോദ്യം ഉയർന്നതാണ്. അസദിനെ നിലനിർത്തിയത് റഷ്യയായിരുന്നു. എന്നാൽ വിമതമുന്നേറ്റം ശക്തമായതോടെ റഷ്യ അസദിനെ കൈവിട്ടു. അസദ് വീണു. സിറിയയുടെ നിയന്ത്രണം വിമതർ ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നീട് അസദ് റഷ്യയിലേക്ക് ചേക്കേറുകയും ചെയ്തു. ഇപ്പോഴിതാ മറ്റൊരു വാർത്തയാണ് വരുന്നത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനാണോ പുടിന്റെ ശ്രമം? അങ്ങനെയൊരു സൂചനയാണ് വരുന്നത്. യുക്രൈനിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് എപ്പോൾ വേണമെങ്കിലും ഡൊണാൾഡ് ട്രംപുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചത്. ട്രംപും പുടിനും യുക്രൈനിൽ വെടിനിർത്തൽ ചർച്ചകൾക്കായി കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ടോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. റഷ്യ യുക്രൈൻ അതിർത്തി തർക്കം 2022 ഫെബ്രുവരിയിലാണ് ആരംഭിച്ചത്. അന്ന് തുടങ്ങിയ യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല. അടുത്ത വർഷം ഫെബ്രുവരിയിൽ യുദ്ധം അതിന്റെ 3-ാം വർഷം പൂർത്തിയാക്കും. നിലവിൽ റഷ്യൻ സേന യുക്രൈനിൽ കടന്നാക്രമണം തുടരുകയാണ്. സമാനമായി റഷ്യയുടെ സേനയ്ക്കെതിരെ യുക്രൈനും തിരിച്ചടിക്കുന്നുണ്ട്. റഷ്യയ്ക്കെതിരെ യുക്രൈനും മിസൈൽ ആക്രമണം തുടരുകയാണ്. അതേസമയം US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ട്രംപിന് ഈ യുദ്ധം നിർത്താൻ താൽപ്പര്യമുണ്ട്. ഒപ്പം വെടിനിർത്തൽ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളുമായി ചർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്നും ട്രംപ് അറിയിച്ചു. അതുപോലെ ട്രംപ് തീർച്ചയായും വെടിനിർത്തലിന് സമ്മതിക്കുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വെടിനിർത്തൽ സംബന്ധിച്ച് ട്രംപുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും റഷ്യൻ പ്രസിഡന്റ് പുടിനും പറഞ്ഞു. ട്രംപുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് നേരത്തെ തന്നെ പുടിൻ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം റഷ്യയിൽ വർഷാവസാന സമ്മേളനവും നടന്നു. റഷ്യയിലെ കുർസ്ക് മേഖല യുക്രൈൻ പിടിച്ചെടുത്തിട്ടുണ്ടെന്നും അത് ഉടൻ വീണ്ടെടുക്കുമെന്നും സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ പുടിൻ പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ റഷ്യ യുക്രൈനെതിരെ പൂർണ്ണമായ രീതിയിൽ ആക്രമണം നടത്തിയിട്ടില്ല. ട്രംപുമായി എപ്പോൾ വേണമെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും എന്നാൽ എപ്പോൾ കൂടിക്കാഴ്ച നടത്തുമെന്ന് പുടിൻ സ്ഥിരീകരിച്ചിട്ടില്ലെന്നും 4 വർഷത്തിലേറെയായി തങ്ങൾ സംസാരിച്ചിട്ടില്ലെന്നും പുടിൻ പറഞ്ഞു. വെടിനിർത്തലിൽ വിട്ടുവീഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറാണെന്നും യഥാർത്ഥത്തിൽ ട്രംപും ഞാനും കണ്ടുമുട്ടിയാൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാകുമെന്നും പുടിൻ പറഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നതോടെ അമേരിക്കയും റഷ്യയുമായി ദൃഢമായ ഒരു ബന്ധം ഉടലെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലോക പോലീസ് ചമയുന്ന അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ റഷ്യയുമായി ആരംഭിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെ. എന്നാൽ ഇതിലൂടെ ട്രംപിന്റെ നീക്കങ്ങൾ എന്താകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. അതിനിടെ സിറിയയിൽ വിമതർ പിടിമുറുക്കിയത് റഷ്യയ്ക്ക് വലിയ ക്ഷീണമായി മാറിയിട്ടുണ്ട്. 2 പ്രധാന താവളങ്ങളുള്ള സിറിയയിൽ റഷ്യയുടെ വലിയ സൈനിക സാന്നിധ്യമുണ്ട്. ലതാക്കിക്ക് സമീപമുള്ള ഹിമമിം എയർബേസും ടാർട്ടസിലെ നാവിക താവളവും മോസ്കോയ്ക്ക് തന്ത്രപ്രധാനമാണ്. എന്നാൽ വിമതർ സിറിയ പിടിച്ചതോടെ റഷ്യ സിറിയയിൽ നിന്ന് പുറത്താക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ്. പുതിയ ഭരണാധികാരികളുമായി റഷ്യ ഇപ്പോൾ ചർച്ചയിലുമാണ്. താവളങ്ങൾ പ്രവർത്തനക്ഷമമായി നിലനിർത്തുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുമുണ്ട്. അതേസമയം ലിബിയയിലേക്കും തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് റഷ്യ എന്ന സൂചനയാണ് വരുന്നത്. സിറിയയിൽ നിന്ന് റഷ്യയിലേക്കും ലിബിയയിലേക്കും റഷ്യൻ സൈനികോപകരണങ്ങളും നയതന്ത്ര ഉദ്യോഗസ്ഥരെയും കൊണ്ടുപോകുന്നതായി റിപ്പോർട്ട് വരുന്നുണ്ട്. സിറിയയിൽ നിന്ന് ലിബിയയിലേക്ക് സൈനിക കേന്ദ്രങ്ങൾ മാറ്റുകയാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. 2011 മുതൽ പ്രതിസന്ധി നേരിടുന്ന രാജ്യമാണ് ലിബിയ. 4 എയർബേസുകളും ഒരു തുറമുഖവും റഷ്യയ്ക്ക് ലിബിയയിലുണ്ട്. എന്നാൽ സിറിയയ്ക്ക് പകരമാവില്ല റഷ്യയ്ക്ക് ലിബിയ. രാജ്യത്തിന്റെ അസ്ഥിരത തന്നെയാണ് അതിന്റെ കാരണം. റഷ്യയിൽ നിന്ന് ലിബിയയിലേക്കുള്ള നേരിട്ടുള്ള വിമാനങ്ങൾക്ക് തുർക്കി വ്യോമാതിർത്തി മുറിച്ചു കടക്കേണ്ടതുണ്ട്. റഷ്യൻ സൈനിക ചരക്ക് വിമാനങ്ങൾ തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ നിരീക്ഷണത്തിന് വിധേയമാകും. അതുകൊണ്ടാണ് ലിബിയ സിറിയയ്ക്ക് പകരക്കാരനാവില്ല എന്ന് പറഞ്ഞത്. നിലവിലെ സ്വാധീനം നിലനിർത്തുന്നതിന് റഷ്യ സിറിയൻ വിമതരുമായി വീണ്ടും ചർച്ച നടത്തുകയോ മറ്റു ഓപ്ഷനുകൾ തേടുകയോ ചെയ്യേണ്ടി വന്നേക്കാമെന്നാണ് വിലയിരുത്തൽ.